അടുത്തത് DHCP സ്കോപ്സ്. എന്താണ് DHCP സ്കോപ്പ്? സ്കോപ്പ് ഞാനൊന്ന് പറഞ്ഞായിരുന്നു. A scope can be defined as a set of IP addresses which the DHCP server can allocate or assign to DHCP clients. അപ്പോൾ ഈ DHCP സെർവറിന് അസൈൻ ചെയ്യാൻ, ക്ലയൻസിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ഫ്രം സ്റ്റാർട്ട് ടു എൻഡ് ഒരു റേഞ്ച് ഉണ്ടാവുമല്ലോ, ആ റേഞ്ച് ഓഫ് അഡ്രസ്സസിനെയാണ് സ്കോപ്പ് എന്ന് വിളിക്കുന്നത്. A scope contains specific configuration information for clients that have IP addresses which are within particular sets. Scope information for each DHCP server is specific to that particular DHCP servers only. അതായത് ഒരു DHCP സെർവറിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് അത് അതിനു വേണ്ടി മാത്രം ഡിഫൈൻ ചെയ്തിരിക്കുന്നതായിരിക്കും. അത് ഷെയർ ചെയ്യാനായിട്ട് പറ്റില്ല. So it is configured by administrators. Scopes for DHCP servers are configured by administrators. Then a DHCP has to have at least one scope which includes the following properties. അപ്പം ഓരോ DHCPക്കും അറ്റ്ലീസ്റ്റ് ഒരു സ്കോപ്പെങ്കിലും ഉണ്ടായിരിക്കണം. അതിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് താഴെ പറയുന്നത്. The specified range of IP addresses which are going to be leased to DHCP client. അപ്പോൾ ഒരു സ്കോപ്പ് എന്ന് പറയുമ്പോഴത്തേക്കിന് അതിനകത്ത് എന്തുണ്ടാവണം? റേഞ്ച് ഓഫ് IP addresses which are going to be leased to DHCP clients. എവിടം തൊട്ട് എവിടം വരെയുള്ള അഡ്രസ്സസ് ആണോ ലീസ് ചെയ്യേണ്ടത് ആ റേഞ്ച് ഉണ്ടാവണം. ദെൻ സബ്നെറ്റ് മാസ്ക് കൊടുക്കേണ്ട സബ്നെറ്റ് മാസ്ക്. ദെൻ DHCP സ്കോപ്പ് ഓപ്ഷൻസ് ഉണ്ടാവണം. അതായത് DNS അഡ്രസ്സസ് അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ടാവണം. ദെൻ ലീസ് ഡ്യൂറേഷൻ, എത്ര ടൈമിനാണിത് ലീസ് ചെയ്ത് കൊടുക്കേണ്ടതെന്നുള്ള ആ ഒരു ഡ്യൂറേഷൻ ഉണ്ടാവണം. ഡിഫോൾട്ട് of 8 days is suitable for small networks. Then reservations എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്. It includes elements such as a client always receiving the same IP addresses and TCP/IP. അതായത് ചില സാഹചര്യങ്ങളിൽ ചില ഹോസ്റ്റുകൾക്കും സെയിം IP അഡ്രസ്സസ് അസൈൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. എല്ലാ ടൈമും അത് കണക്ട് ചെയ്യുന്ന സമയത്ത് സെയിം IP അഡ്രസ്സസ് അസൈൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇത് ചെയ്യുന്നത് റിസർവേഷൻസിലൂടെയാണ്. അതിനെ റിസർവിങ് അല്ലെങ്കിൽ റിസർവേഷൻ എന്നാണ് പറയും. അപ്പോൾ ആ റിസർവേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ടാവണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സ്കോപ്പിൽ ഉണ്ടാവേണ്ടത്. ഇപ്പോൾ ഒന്നുകൂടെ പറയാം. സ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ സെറ്റ് ഓഫ് IP അഡ്രസ്സസ് വിച്ച് ദ DHCP സെർവർ ക്യാൻ അലോക്കേറ്റ് ഓർ അസൈൻ ടു DHCP ക്ലയൻസ്. അതായത് ക്ലയൻസിന് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കോൺഫിഗറേഷൻ്റെ ഒരു റേഞ്ചിനെയാണ് നമ്മൾ സ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ളിൽ നിന്ന് ഓരോ കാര്യങ്ങൾ എടുത്തിട്ടായിരിക്കും അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ദെൻ അതുപോലെ തന്നെ ഒരു DHCPക്ക് അറ്റ്ലീസ്റ്റ് ഒരു സ്കോപ്പ് ഉണ്ടാവണം. ആ സ്കോപ്പിനകത്ത് എന്തൊക്കെ ഉണ്ടാവണം? ഒന്ന് സ്പെസിഫൈഡ് അഡ്രസ്സസ്. ഫസ്റ്റ് പോയിന്റ് ആണ് ദ സ്പെസിഫൈഡ് റേഞ്ച് ഓഫ് അഡ്രസ്സസ്, IP അഡ്രസ്സസ് വിച്ച് ആർ ഗോയിങ് ടു ബി ലീസ്ഡ് ടു DHCP ക്ലയൻസ്. ക്ലയൻസിന് കൊടുക്കുന്ന IP അഡ്രസ്സസിൻ്റെ ഒരു റേഞ്ച്. ഓക്കെ, അപ്പം ഒരു സ്റ്റാർട്ടിങ്ങും കാണും, എൻഡിങ് IP അഡ്രസ്സും കാണും. അപ്പം അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ഉള്ള അഡ്രസ്സസ് ആയിരിക്കണം അവൈലബിലിറ്റി അനുസരിച്ച് DHCP ക്ലയൻസിന് കൊടുക്കേണ്ടത്. അടുത്തത് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ദ സബ്നെറ്റ് മാസ്ക് അലോ ചെയ്ത് കൊടുക്കേണ്ട സബ്നെറ്റ് മാസ്ക്. ദെൻ സ്കോപ്പ് ഓപ്ഷൻസ്, അതായത് DHCP സ്കോപ്പ് ഓപ്ഷൻസ് ലൈക്ക് IP അഡ്രസ്സസ് ഓഫ് DNS, അങ്ങനെയുള്ള സ്കോപ്പ് ഓപ്ഷൻസ്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത പോയിന്റ് ലീസ് ഡ്യൂറേഷൻ. എത്രയാണ് ഈ ഡ്യൂറേഷൻ, എത്ര നേരത്തേക്കാണ് ഈ IP അഡ്രസ്സ് ഈ കോൺഫിഗറേഷനൊക്കെ ലീസ് ചെയ്തിരിക്കുന്നത്. The default of 8 days is suitable for small networks. അടുത്തത് ഇനി റിസർവേഷൻസ് എന്തെങ്കിലും ഉണ്ട്. റിസർവേഷൻ എന്ന് പറയുമ്പോൾ ചില കമ്പ്യൂട്ടേഴ്സിന് ഓൾവേസ് സെയിം IP അഡ്രസ്സ് ആയിരിക്കും ഓരോ ടൈമിലും അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. കാര്യം അവരെപ്പോൾ വന്നാലും അവർക്ക് സെയിം IP അഡ്രസ്സസ് തന്നെ അസൈൻ ചെയ്ത് കൊടുക്കും. അതായത് അത് റിസർവ് ചെയ്ത് വെച്ചിട്ട് അവർക്ക് തന്നെ അത് അസൈൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇത് ചെയ്യുന്നത് റിസർവിങ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ്, റിസർവേഷൻ യൂസ് ചെയ്താണ് അങ്ങനെ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് reservations include elements such as a client always receiving the same IP address and TCP/IP configuration information when it starts.
എപ്പോഴത് സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോഴതിന് കിട്ടുന്ന IP അഡ്രസ്സും കോൺഫിഗറേഷനും ഒക്കെ സെയിം ആയിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷനും ഈ സ്കോപ്പിനുള്ളിൽ ഉണ്ടാകും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു സ്കോപ്പിനുള്ളിൽ ഉണ്ടാവേണ്ടത്. ഇനി DHCP ലീസ് പ്രോസസ് ആണ് പറയാൻ പോകുന്നത്. DHCP ലീസ് പ്രോസസ് ആദ്യത്തെ നോക്കിക്കേ. The DHCP lease process, also known as the DHCP negotiation process, is fairly straightforward process. Negotiation എന്ന് പറയും, lease process എന്നും പറയും DHCP. ആ പ്രോസസ്സിൻ്റെ സ്റ്റെപ്സ് ആണ് ഇവിടെ പറയുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പ്, the DHCP discover message is sent from the client to the DHCP server. This is the message used to request an IP address lease from the DHCP server. The message is sent when the client boots up. The DHCP discover message is a broadcast packet that is sent over the network, requesting for a DHCP server to respond to it. അപ്പോൾ എന്താ ഇത്ര നേരം പറഞ്ഞത്? ഒന്നാമത്തെ പോയിന്റിൽ പറഞ്ഞത് DHCP server discover message എന്താണ്? അതാണ് ആദ്യം സെൻഡ് ചെയ്യുന്നത്. നമ്മുടെ പ്രോസസ് ലീസ് പ്രോസസ്സിൽ ആദ്യം ചെയ്യുന്നത് ക്ലയൻറ്റ് ഡിസ്കവർ മെസ്സേജ് സെൻഡ് ചെയ്യാണ്. എന്തിനാണ് സെൻഡ് ചെയ്യുന്നത്? IP അഡ്രസ്സ് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ല ഡിസ്കവർ ചെയ്യാനായിട്ട്, ഒരു DHCP സെർവറിനെ ഡിസ്കവർ ചെയ്യാനായിട്ട്. ഇനി അത് എപ്പോഴാണ് സെൻഡ് ചെയ്യുന്നത്? ക്ലയൻറ്റ് ബൂട്ട്സപ്പ് ചെയ്യുമ്പോഴത്തേക്കിനാണ് ഈ ഡിസ്കവർ മെസ്സേജ് സെൻഡ് ആവുന്നത്. ഇനി ഇത് സെൻഡ് ആവുന്നത് എങ്ങനെയാണ്? ഇതൊരു ബ്രോഡ്കാസ്റ്റ് പാക്കറ്റാണ്. എൻ്റെ നെറ്റ്വർക്കിലേക്ക് ഇത് സെൻഡ് ആവും. ഓക്കെ. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കിക്കേ. The DHCP servers that have a valid range of IP addresses sends an offer message to the ക്ലയൻറ്റ്. അപ്പം ഈ ഒരു ബ്രോഡ്കാസ്റ്റ് റിക്വസ്റ്റ് അല്ല ഡിസ്കവർ മെസ്സേജ് സെർവേഴ്സിലെത്തി. സെർവർ എന്ത് ചെയ്യും? തിരിച്ചൊരു ഓഫർ മെസ്സേജ് സെൻഡ് ചെയ്യും. ദ DHCP ഓഫർ മെസ്സേജ് ഇസ് എ റെസ്പോൺസ് ദാറ്റ് ദ DHCP സെർവർ സെൻഡ്സ് ടു ദ ക്ലയൻറ്റ്. അപ്പോൾ ഒരു ഡിസ്കവർ മെസ്സേജ് കിട്ടിക്കഴിയുമ്പോൾ സെർവർ എന്ത് ചെയ്യും? അതിൻ്റെ അവൈലബിലിറ്റി ഒക്കെ ചെക്ക് ചെയ്തിട്ട് തിരിച്ചയക്കുന്ന ഒരു ഓഫറിംഗ് മെസ്സേജാണ് DHCP offer എന്ന് പറയുന്നത്. The DHCP offer message informs the clients that the DHCP server has an available IP address. എൻ്റെ കയ്യിലൊരു അവൈലബിൾ IP അഡ്രസ് ഉണ്ട്, സം കോൺഫിഗറേഷൻസ് ആർ ദെയർ. അങ്ങനെ പറഞ്ഞുകൊണ്ട് സെർവർ തിരിച്ചയക്കുന്ന അല്ലെങ്കിൽ കൊടുക്കുന്ന ഓഫറാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. സോ ദ DHCP offer message includes the following information. DHCP ഓഫർ മെസ്സേജിൽ താഴെ പറയുന്ന കാര്യങ്ങളുണ്ടാവും. IP address of the DHCP server which is offering the IP address. IP address. Then MAC address of the client, subnet mask, length of the lease. Okay. മൂന്നാമത്തെ സ്റ്റെപ്പ് നോക്കി. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. The client sends the DHCP server a DHCP request message. This message indicates that the client accepted the offer from the first DHCP server which responded to it. Okay. അപ്പം ഇതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഈ റിക്വസ്റ്റ് മെസ്സേജ് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അക്സെപ്റ്റ് ചെയ്തു. അപ്പം ഇത് കൺഫ്യൂഷൻ ആവരുത്. ഡിസ്കവർ മെസ്സേജും റിക്വസ്റ്റ് മെസ്സേജും തമ്മിൽ കൺഫ്യൂഷൻ ആവരുത്. ഈ റിക്വസ്റ്റ് മെസ്സേജ് എന്തിനാണ് അയക്കുന്നത്? അക്സെപ്റ്റ് ചെയ്തു, ആദ്യം റെസ്പോണ്ട് ചെയ്ത DHCP സെർവറിൽ നിന്നും ആ ഓഫറിങ് അക്സെപ്റ്റ് ചെയ്തു എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി അതിനയക്കുന്ന മെസ്സേജാണ് DHCP റിക്വസ്റ്റ് മെസ്സേജ്. ഇറ്റ് ഓൾസോ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ ക്ലയൻറ്റ് ഈസ് റിക്വസ്റ്റിംഗ് ദ പർട്ടിക്കുലർ IP അഡ്രസ് ഫോർ ലീസ്. The client broadcasts the acceptance message so that all other DHCP servers who offered addresses can withdraw those addresses. അപ്പോൾ ഇത് ബ്രോഡ്കാസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇത് എല്ലാ സെർവേഴ്സിലും എത്തും. ഒരു സെർവറിന് മാത്രമല്ല, എല്ലാ സെർവേഴ്സിലും എത്തും. അതുകൊണ്ട് തന്നെ മറ്റ് സെർവേഴ്സിലും ഈ ഒരു റിക്വസ്റ്റ് മെസ്സേജ് എത്തുമ്പോൾ അതിന് മനസ്സിലാവും മറ്റേതോ സെർവറിൻ്റെ ഓഫറിങ് ഇത് അക്സെപ്റ്റ് ചെയ്തു, സോ അത് ഇവർ റിസർവ് ചെയ്ത അഡ്രസ്സസിനെ റിലീസ് ചെയ്യാമെന്ന് ബാക്കിയുള്ള സെർവേഴ്സിന് മനസ്സിലാവും. The message contains the IP address of the DHCP server which it has selected. ഇത് സെലക്ട് ചെയ്ത സെർവർ ഏതാണോ അതിൻ്റെ IP അഡ്രസ്സും ഉണ്ടാകും ഈ കൂടെ. അപ്പോൾ ഒന്നുകൂടെ വായിക്കാം. തേർഡ് പോയിന്റ്, ദ ക്ലയൻറ്റ് സെൻഡ്സ് എ DHCP server a DHCP request message. This message indicates that the client accepted the offering from the first DHCP server which responded to it. It also indicates that the client is requesting the particular IP address for lease. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ IP അഡ്രസ് ആണ് വേണ്ടെങ്കിൽ അത് സ്പെസിഫൈ ചെയ്ത് ഈ DHCP റിക്വസ്റ്റ് മെസ്സേജിൽ പറയാനായിട്ട് പറ്റും. The client broadcasts the acceptance message so that all other DHCP servers who offered addresses
can withdraw those addresses. അല്ലേ, ഈ മെസ്സേജ് എല്ലാ സെർവേഴ്സിനും കിട്ടും. അപ്പോൾ അവർക്ക് മനസ്സിലാവും അതിനകത്ത് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ള സെർവറിനെയാണ് അക്സെപ്റ്റ് ചെയ്തത്, അപ്പോൾ ഞങ്ങളെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല, റിജക്റ്റ് ചെയ്തു. സോ ഞങ്ങൾ ഓഫർ ചെയ്ത ആ ഒരു കോൺഫിഗറേഷനെ നമുക്ക് റിലീസ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിവൈസിന് കൊടുക്കാം, അത് ഫ്രീ ആയി എന്ന് അതർ സെർവേഴ്സിന് മനസ്സിലാകും. പിന്നെന്താണ്, ദ മെസ്സേജ് കണ്ടെയ്ൻസ് ദ IP address ഓഫ് ദ DHCP സെർവർ വിച്ച് ഇറ്റ് ഹാസ് സെലക്റ്റഡ്. സെലക്ട് ചെയ്ത DHCP സെർവറിൻ്റെ അഡ്രസ്സും IP അഡ്രസ്സും ഈ റിക്വസ്റ്റ് മെസ്സേജിൽ ഉണ്ടാകും. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് the DHCP server sends the client a DHCP acknowledgement message. DHCP ACK message is actually the process of assigning the IP address leased to the client. ഒരു അക്നോളജ്മെൻറ്റ് കൂടി തിരിച്ചയക്കും. അപ്പോൾ അവിടെ ആ ഒരു അസൈനിങ് കംപ്ലീറ്റ് ആവും. ഓക്കെ.